വിനാശകാലെ വിപരീത ബുദ്ധിയാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിന്റെ തലയിൽ ഉദിച്ചു വന്നിരിക്കുന്നത്. ഉത്തര കൊറിയയുമായി കൈകോർക്കുകയും അവിടെ നിന്ന് കപ്പൽ കണക്കിന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും ആണവശക്തിയായ ഉത്തര കൊറിയയുമായി സൈനിക സഖ്യമുണ്ടാക്കുകയും ചെയ്യുകയാണ് പുടിൻ ഇപ്പോൾ ചെയ്തത്. ഏതെങ്കിലും ശത്രു രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ സൈനികമായി പരസ്പരം സഹായിക്കുമെന്നും ഉള്ള കരാറിലും ഇരു രാഷ്ട്ര തലവന്മാരും ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കൂടുതൽ ഗുണകരമായിട്ടുള്ളത് ഉക്രൈനാണ് എന്നതാണ് യാഥാർത്ഥ്യം. 10 വർഷത്തേക്കാണെങ്കിൽ പോലും ഉക്രൈന് നാറ്റോയിൽ അംഗത്വം നൽകുവാനുള്ള തീരുമാനം ഉണ്ടാവുകയും കരാറിൽ ഉക്രൈൻ പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ്. ഇതോടെ വ്യക്തമായ 2 ശാക്തിക ചേരികൾ രൂപം കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അപകടകരമായ വാർത്ത വരുന്നത് ഉത്തര കൊറിയയുടെ സൈന്യം റഷ്യയെ സഹായിക്കാനായി റഷ്യൻ ഭൂപ്രദേശത്ത് എത്തിച്ചേർന്നതായിട്ട് വാർത്ത വരുന്നുണ്ട്. അതുപോലെ റഷ്യ ഉത്തര കൊറിയയ്ക്ക് ന്യൂക്ലിയർ ആയുധങ്ങൾ സഹായമായി നൽകുവാനുള്ള തീരുമാനം ഉണ്ടായതായും അത്തരമൊരു അപകടകരമായ തീരുമാനം പുടിൻ കൈക്കൊണ്ടതായും വാർത്ത വരുന്നുണ്ട്. ഉക്രൈൻ നാറ്റോയുമായുള്ള കരാറിൽ ഒപ്പുവെച്ച സ്ഥിതിക്ക് ഇനി ഉക്രൈനെ ആയുധങ്ങൾ നൽകിയും സൈനിക പരിശീലനങ്ങൾ നൽകിയും നാറ്റോ സഹായിക്കുമെന്നതിന് തീരുമാനമായിരിക്കുകയാണ്. മാത്രവുമല്ല, ഉക്രൈനെതിരെ അണുവായുധ പ്രയോഗമുണ്ടായാൽ ചെറുക്കുവാനും പ്രതിരോധിക്കുവാനും നാറ്റോ ബാധ്യസ്ഥരാണ്. അമേരിക്ക നേരത്തെ തന്നെ ഉക്രൈന് ആയുധവും പണവും നൽകി സഹായിക്കുന്നത് തുടരുകയും നേരത്തെ പരോക്ഷമായി ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരുന്ന നാറ്റോ ഇനി പ്രത്യക്ഷമായി സഹായിക്കാൻ രംഗത്ത് വരികയും ചെയ്താൽ യുദ്ധം വ്യാപിക്കുകയും ലോകം ഒരു വിനാശത്തിന്റെ വക്കിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയപരമായും വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇനി സമാധാനത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കണമോ അതോ വിനാശത്തിന്റെ മാർഗത്തിലേക്ക് എടുത്തു ചാടണമോ എന്ന തീരുമാനം എടുക്കേണ്ടത് പുടിൻ മാത്രമാണ്. ചൈന തന്ത്രപരമായ മൗനം അവലംബിച്ചതും റഷ്യയെ കൂടുതൽ ദുർബലമാക്കിയിരിക്കുകയാണ്. ഒരേകാധിപതിക്കും അന്തിമ വിജയം ലഭിച്ചിട്ടില്ല എന്ന ചരിത്ര സത്യം പുടിൻ ഉൾക്കൊള്ളേണ്ടതാണ്. അല്ല എങ്കിൽ ഒരു വ്യക്തിയുടെ തെറ്റായ തീരുമാനത്തിന് ശിക്ഷ അനുഭവിക്കുന്നത് കോടാനുകോടി നിരപരാധികളായ മനുഷ്യരായിരിക്കും. അങ്ങനെയെങ്കിൽ ആ തീരുമാനത്തിന് കാലം ഒരിക്കലും മാപ്പ് നൽകുകയില്ല.